ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർഎൻ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്ന് ഉച്ചക്ക് മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചയുറക്കത്തിന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു വീഡിയോ എടുത്ത് വെക്കണമല്ലോ, ദിവസം നമുക്ക് വരണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ കറികൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് പച്ചക്കറിയാണ്. പിന്നെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ട്. പക്ഷേ മീൻകറി ഇവർക്ക് തലേദിവസത്തെ മീൻകറിയൊക്കെ നല്ല ചാറോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ചാറില്ലാതെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത്ര തൃപ്തിയാവില്ല. അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മോര് കറി, കുമ്പളങ്ങ ഇട്ട് കാച്ചി മോര് കറി ആട്ടോ. പിന്നെ നമുക്കിത് ബീൻസ് മെഴുക്ക് പുരട്ടി, പിന്നെ തേങ്ങയും പപ്പടവും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി. പിന്നെ വേണമെങ്കിൽ നമുക്ക് മുട്ടക്കറിയുടെ ഗ്രേവി ചാറൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ചോറെടുക്കാം കേട്ടോ. നമ്മൾ ചോറെടുക്കുകയാണ്. എല്ലാവരും ഊണ് കഴിച്ചോ? ഞാനിപ്പോൾ കഴിക്കാൻ പോണ സമയം എന്ന് പറയുന്നത് 2 മണി, 1:45, 2 മണിയോടടുക്കും കേട്ടോ. അപ്പോൾ 2 മണിയായി. ഇപ്പോൾ നമുക്ക് കുറച്ച് പപ്പട ചമ്മന്തി എടുക്കാം. കുറച്ച് ബീൻസ് മെഴുക്ക് പുരട്ടി എടുക്കാം. ബീൻസ് മെഴുക്ക് പുരട്ടി ഇഷ്ടം എനിക്കും കണ്ണമോനും കേട്ടോ. ബാക്കി എല്ലാവരും ലേശം കഴിക്കുള്ളൂ. കുഞ്ഞപ്പൻ തൊടുന്നില്ല, വാവയും തൊടില്ല. അപ്പം ഞാൻ ഇന്നലെ കുഞ്ഞപ്പനോട് പറഞ്ഞു, മോനിങ്ങനെ പച്ചക്കറി കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല, സ്കിന്നൊന്നും രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേശ്ശെ കഴിച്ചു നോക്കണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോരം സത്യമാവുമെന്ന് അറിയില്ല. ഇത് അവന് പച്ചക്കറി എന്ന് പറയണത് ആകെ കഴിക്കണത് ചീര മാത്രം കേട്ടോ. ചീര മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടമാണ്. ചീര തോരൻ പോലെ വെച്ചതിൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണ പ്ലേസ്, എൻ്റെ ഒരു സ്ഥലം എന്ന് പറയണത് നമ്മുടെ ചോറ് കേട്ടോ. കഴിക്കാൻ പോണ സ്ഥലം എന്ന് പറയണത് ഇതാട്ടോ. ഇവിടെ ഇങ്ങനെ സൈഡിലൊരു സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് TV വേണമെങ്കിൽ TV കാണാം. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയണത് ഈ സൈഡാട്ടോ. നമ്മുടെ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയൊക്കെ ഒരു സെൻട്രലായിട്ട് ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കണേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ TVയും കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് സുഖമായിട്ട് ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ചമ്മന്തി, ബീൻസ് മെഴുക്ക് പുരട്ടി, മോര് കറി. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ കഴിക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ഈ കുറച്ച് നാളത്തെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണിടത്തോളം സന്തോഷമായിട്ട് ജീവിക്കാം. സങ്കടപ്പെട്ടൊന്നും ആരും ഇരിക്കണ്ട. എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്യണ പോലെ ഒന്നും നടക്കില്ല കേട്ടോ. ആ പ്ലാൻ ചെയ്യണത് അപൂർവമായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ ദൈവാധീനം എന്നൊക്കെ പറയണ പോലെ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നിമിഷം മാത്രം നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ഒന്നും പിടിയില്ല. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഞാൻ നന്നായിട്ട് കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ദിവസങ്ങളായി മോര് കറി വെച്ചിട്ട്, മോര് കറിയും ബീൻസ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും, ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിക്കുകയാണ്. എല്ലാവർക്കും കൊതിയാവണുണ്ടാവും. നല്ല സമയമാണ് 2 മണി. നല്ല വിശന്നിരിക്കണവർക്കാണെങ്കിൽ നല്ല വിശപ്പ് വരുന്ന സമയം. പക്ഷെ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോഴേ ചവയ്ക്കുമ്പോൾ എൻ്റെ ഈ ഒരു കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടാവും? ഈ കണ്ണിങ്ങനെ അടയോ തുടങ്ങുന്നത് എന്തോ ഒരു ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അത്? ഞാനത് നിങ്ങളെ മനസ്സിലാക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ കറവയുടെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന്, ഈ കണ്ണട വെച്ചേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയുടെ തല നോക്കിയതാട്ടോ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തല നോക്കണം കൊച്ചിൻ്റെ, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കൂടുതലായിപ്പോവും. കണ്ണട വെച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, വയസ്സായില്ലേ. അപ്പോൾ ഇനി എൻ്റെ പണി തുടങ്ങട്ടെ. തല അവളുടെ നോക്കാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തല നോക്കണത്. അപ്പോൾ എന്ന് പറയുമ്പോൾ പണിയൊക്കെ ഞാൻ അവിടെ ഇടും. അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ പണി തുടങ്ങട്ടെ കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശങ്കരി കിടപ്പായോ?
വന്നില്ല അല്ലേ? എത്ര നേരമായി? ഇന്നാട് കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടനെ എന്തെന്ന് തിന്നണേ? ഇന്ന് പുല്ല് തിന്നാൻ കൊണ്ടുപോയി കെട്ടിയേക്കായിരുന്നു കേട്ടോ. വെയിലും മഴയൊക്കെ കൊണ്ട് നിൽക്കായിരുന്നു വെച്ച്. അപ്പോൾ ഞാൻ വേഗം അവർക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരട്ടെ. എന്താണ് സുഭദ്ര നോക്കണേ? വരൂ, ഇപ്പോൾ വരൂ. വെയിറ്റ് ചെയ്യൂ. മടിച്ചു ചേച്ചി വരട്ടേട്ടാ. നിങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് വരട്ടേട്ടാ. ഇവിടെ ടപ്പേന്ന് ശബ്ദം കേൾക്കണു. നമ്മുടെ പൂത്താങ്കിരി പെണ്ണുങ്ങളൊക്കെ കൂടി വന്ന് ഇവിടെ നിന്ന് തീറ്റ കഴിക്കുക കേട്ടോ. കണ്ടോ? സുഖമായിട്ട് ഇവിടുത്തെ തീറ്റയൊക്കെ എടുത്ത് തിന്നുക എല്ലാവരും കൂടി വന്ന്. ഫാമിലെ പണിക്കാരി ഫാമിൽ കയറിട്ടോ. ഇനി ഇതിനെ പോണെങ്കിൽ ഇതിനെ പറഞ്ഞ് ഓടിച്ചു വിടണം. എന്നാൽ വേഗം തീറ്റയൊക്കെ എടുത്ത് പോരണതിനെ കറന്ന് പഠിക്കായിരുന്നില്ലേ? എന്തടോ? ഇല്ല. ശങ്കരിയുടെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം നേരത്തെ ഉണ്ടായൊരു വെള്ളപ്പശു, ഇതേ അവൻ നിന്റെ പുറത്ത് കയറാൻ പോണു. നേരത്തെ ഉണ്ടായ വെള്ളപ്പശു പാവേനെ ഓടിക്കുമായിരുന്നു കേട്ടോ, കൊമ്പ് കുലുക്കി കാണിച്ചല്ലേടി അമൃത. ഇവൾ അവൻ തല്ലുപിടിക്ക് കളിക്കാൻ വേണ്ടി മുത്തുമണി. അവൻ മുത്തുമണി. എന്താണോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാ? അതേ, ഞാൻ 4 പേരോട് പറഞ്ഞിട്ടുണ്ടേ, വൈകുന്നേരത്തെ വീഡിയോ റെഡി ആക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചാലാണ് നമുക്ക് വൈകുന്നേരം വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ടൈം അനുസരിച്ച് വന്നതാട്ടോ. അപ്പോൾ വഴക്ക് പറയ്ക്ക് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വാവ് ഇപ്പൊ വന്നേക്കാണ്. കേൾക്കൂലടോ അവിടെ പോയി വന്നാ. വൈകുന്നേരം ഞാൻ ചോദിക്കും വീഡിയോ ഒക്കെ സെറ്റായ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാ? എന്നിട്ട് ഇവര് കൂടുതൽ സമയം മൊബൈല്, ഇവരുടെ ഫ്രീ ടൈം കുറെ നേരം മൊബൈലിൽ. ഞാൻ മൊബൈൽ കാണാനില്ലായിരുന്നു, ഞാൻ പടം വരക്കൊക്കെ. ഒരു ഭയങ്കര പടം വരെയും ഭയങ്കര വർക്ക് ചെയ്യലും കേട്ടോ. ക്രാഫ്റ്റ് ചെയ്യല് എന്ത് പറയണ്ട, എന്ത് ചോദിച്ചാലും വർക്ക് ചെയ്യലാണ് വെച്ച്. അങ്ങനെ ഞാൻ വെറുതെ വിടൂല. 4 പേരുണ്ട് ഇവിടെ. 4 പേർക്കും 4 പേരുടേതായ വീഡിയോസ് വിടാൻ വൈകുന്നേരം. രാത്രിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആ സമയം ഒരു വീഡിയോ വേണം, നിർബന്ധമാണത്. മനസ്സിലായോ? അപ്പോൾ ഭാവയുടെ ഫോട്ടോ തീർക്കാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ശങ്കരിനെ കറന്നുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ശങ്കരിനെ കറന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഞാൻ എന്തൊക്കെ പണിയാ ശരിക്കും ഇപ്പം എടുത്തേ. ഒരു പണി എടുക്കാൻ കഴിയാത്തൊരു മടിച്ചിപ്പാറുമായിരുന്നു കേട്ടോ. ഞാൻ ആകെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് പറയണ ക്ലീനിങ്, വീടൊക്കെ അടക്കി പറക്കിയിടാം. ആ ഒരു പണിയാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നേ. കല്യാണം ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ ചാളക്കറി വെക്കാൻ പഠിപ്പിച്ചു, പക്ഷെ സാമ്പാർ വെക്കാൻ പഠിപ്പിച്ചില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ചെന്നോടത്ത് നിന്ന് ഫോൺ വിളിക്കില്ല, സാമ്പാർ വെക്കണം എങ്ങനെയാണ്. അവിടെ ഇതുപോലൊരു ആവശ്യം വന്നപ്പോഴാണ് കേട്ടോ സാമ്പാർ വെക്കാൻ കയറിയത്. അവിടെയും ചെന്നപ്പോൾ നമുക്ക് കുക്കിംഗ് ഒന്നും ഉണ്ടായില്ല. അത്യാവശ്യം പാത്രം കഴുകി കൊടുക്കുക, തേങ്ങ കഴുകി കൊടുക്കുക, ഉള്ളി ഒന്നാക്കി കൊടുക്കുക, അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നപ്പോഴാട്ടോ എനിക്ക് കുക്കിങ്ങിന് കയറണമെന്നേ. അപ്പോഴാണ് സാമ്പാർ വെക്കാൻ അറിയില്ല. പിന്നെ ഞാൻ സാമ്പാർ വെക്കാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മീൻകറി വെക്കാൻ എനിക്കറിയായിരുന്നു. എന്താ വെച്ചാൽ കൂടുതലും എൻ്റെ വീട്ടിൽ മീൻകറി വെക്കലായിരുന്നു. അന്നൊക്കെ എൻ്റെ അച്ഛൻ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഡെയിലി മീനൊക്കെ എന്തെങ്കിലും വേണം കറി. പക്ഷെ എൻ്റെ അച്ഛൻ ഇപ്പോൾ 16 വർഷത്തോളമായി പച്ചക്കറിയാണ്, ഫുൾ പച്ചക്കറിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നല്ലേ. നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. നമ്മൾ നാളെ എങ്ങനെയായിരിക്കുന്നോ, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നോ, ഇത് ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ജോലി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കറവയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ കറവയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്ന് ആലുവയ്ക്ക് പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ആലുവയിലൊക്കെ പാലൊക്കെ കൊടുത്തു. ഞാൻ ഡീഷൻ്റെ കൂടി ആയിട്ട് ആലുവയ്ക്ക് പോയത്. നല്ല മഴയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ 2 വീലറിലാണ് പോണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആലുവയിലെ ഓർഡറൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിർത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സമ്മതിക്കണല്ലോ കേട്ടോ. ചിലർ മെഡിസിൻ കഴിക്കണവരുണ്ട്, പിന്നെ
ഈ പാല് കുടിക്കണവർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ പാല് പിന്നെ കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത് കഴിക്കണവർക്ക് മനസ്സിലാവും. അത് ശരിക്കും മറ്റേ പാല് കഴിച്ച് കഴിയുമ്പോഴും ഈ പാല് കുടിക്കുമ്പോഴും ഉള്ള വ്യത്യാസം ഇത് കഴിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ പറയണത് ശരിക്കും നമ്മുടെ കസ്റ്റമർ. അത് അവർക്ക് പിന്നെ ഞാനിതിപ്പോ തൈരൊന്നും ഉണ്ടാകാൻ എനിക്ക് പാല് തികയാത്തോണ്ട് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അത് അങ്ങോട്ട് വരാട്ടോ. അപ്പൊ അത് പറയാം, നേരത്തെ പറയാടോ, വെയിറ്റ് ചെയ്യും. ഞാൻ ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ അപ്പൊ ഞാനിങ്ങനെ തൈര് വാങ്ങിച്ചിട്ട് ഞാൻ പാറുവിന് വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ട് ഞാൻ ഒരു ഇത്തിരി പാലെടുത്ത് ഉറ ഉണ്ടായില്ല. അപ്പോൾ ഇച്ചിരി ഉറ ഒഴിച്ച് ബാക്കിയുള്ളതുകൊണ്ട് മോരുകറി ഉണ്ടാക്കി. എന്നിട്ട് പറയാം മോരുകറി അത് ഞങ്ങൾക്ക് പറ്റണില്ല എന്ന് ആ മോര് ഇട്ട് വെച്ചിട്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കുടിച്ച് ശീലമായിക്കൊണ്ട് കുടിച്ചൊക്കെ ശീലമായിക്കൊണ്ട് അവർക്ക് വേറെ ഒരു പാലൊന്നും പറ്റണില്ല. ഞാൻ തൈര് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എടുക്കണം. നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യം. ഇപ്പം മക്കൾക്കാണെങ്കിലും പാല് കൊടുക്കാൻ തികയണില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടി തുടങ്ങിയിട്ട് അവർക്ക് പാല് കൊടുക്കാൻ പറ്റണില്ല, നെയ്യ് ഉണ്ടാക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് പോണത്. കണ്ണമ്മോന് ആരെയും നോക്കൂല കേട്ടോ. കണ്ണമ്മോന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മോൻ ചോറൊക്കെ എടുത്ത് കഴിക്കും. കണ്ണമ്മോന് ഇന്ന് മോരുകറിയും ബീൻസ് മെഴുക്ക് പുരട്ടിയും കൂട്ടത്തിൽ ഒരു മുട്ട വറുത്തതൊക്കെയാണ് കേട്ടോ. ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചു മുട്ടയൊക്കെ വറുത്ത് കഴിക്കണതാണ്. കൊച്ചു തന്നെ മുട്ടയൊക്കെ എടുത്ത് വറുത്തോളും. അങ്ങനെ ആരും വറുത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ അവന് പറ്റിയ കറി ഇല്ലെങ്കിൽ അവൻ വേഗം തന്നെ മുട്ട എടുക്കുക. മുട്ട എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ അച്ഛൻ വഴക്ക് പറയും കേട്ടോ. എപ്പോഴും അച്ഛൻ വഴക്ക് പറയും മുട്ട അങ്ങനെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല. മുട്ട ഇല്ലാത്തൊരു പരിപാടി ഇല്ല അല്ലെ കണ്ണമ്മനെ? മുട്ട ഇല്ലെങ്കിൽ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് കണ്ണപ്പ. കുഞ്ചപ്പൻ എന്താ ബ്രെഡ് കയറി പിടിച്ചേണ്ട ചോറ് കഴിക്കാത്ത? എന്താ ചോറിന്റെ സമയത്ത് ചോറ് വേണ്ടേ? ഈ ചേട്ടൻ സ്വയം പര്യാപ്തമായിട്ടില്ല കേട്ടാ. വല്ല പാക്കറ്റാ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചത് ഉണ്ടെങ്കിലൊക്കെ എടുത്ത് തിന്നാൻ അറിയുള്ളൂ. എന്റെ കൊച്ചിന് ഒരു കട്ടൻ ചായ പോലും തിളപ്പിക്കാൻ അറിയില്ല സത്യത്തില്. അമ്മ മുട്ട വറുത്ത് തരാടാ. കുഞ്ചപ്പ വേണ്ടേ? മുട്ട വേണ്ടേ? ഇപ്പൊ ഈ വീഡിയോ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. നീ കട്ടൻ ചായ കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറിനെങ്ങനെയാ? അതേ നമ്മുടെ പാറുവിന്റെ വിശേഷം. പാറുവിന് ഭയങ്കര ബ്ലഡ് കുറവ്, 6.8. അപ്പൊ മൂഡ് സിങ് ഉണ്ടാവും. ഈ ഇത്രയും ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണ അവസ്ഥകളാണ് കേട്ടോ മൂഡ് സിങ്സ്. പിന്നെന്താ തലകറക്കം, എപ്പോഴും ക്ഷീണം, ഉറക്കം വരിക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. ഇതൊക്കെ ഈ ബ്ലഡ് കുറഞ്ഞ കുട്ടികൾക്ക് വരുന്ന കാര്യങ്ങളാണ്. ഈ ബ്ലഡ് കുറയാൻ കാരണം തന്നെ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മെയിൻ കാരണം വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറുവിന് ഏതാ ഇഷ്ടം? എന്ത് ഫുഡാണ് പാറുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയാമോ? കുഴിമന്തി ഇഷ്ടമാണോ? പിന്നെ എന്താ ഇഷ്ടം? ബിരിയാണി. പാറുവിന് എല്ലാം ഇഷ്ടമല്ലാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാറു എല്ലാം കഴിക്കും. പക്ഷെ കഴിക്കണ ക്വാണ്ടിറ്റി തീരെ കുറവായിരിക്കും അല്ലേ? എന്താണ്? അപ്പൊ മന്തി ഇഷ്ടമാണ്. മന്തി കഴിക്കണ എന്തോരാണ്? സാധാരണ ഒരു കുട്ടികൾ കഴിക്കണ അത്ര ഒരു ഇത്തിരി പീസ് എടുത്തിട്ട് പോയിട്ടാണ് അത് കിള്ളി കഴിക്കണത്. അങ്ങനെ വേണ്ടാടോ. ഫുൾ ടൈം മന്തി ഇല്ലാത്തൊരു പരിപാടി ഇല്ല. എവിടെയാ? അയ്യോ, ഫുഡില്ലാത്ത പരിപാടി ഇല്ല. എന്തൊരു എന്നിട്ട് ഫുഡ് വാങ്ങിച്ചു തരാതിരിക്കാറുണ്ടോ? പക്ഷെ ഡെയിലി കഴിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കണില്ല എന്ന് നിങ്ങക്ക് പറയാൻ പറ്റുമോ? അല്ല, വാങ്ങിക്കണ ഇതിന് അമ്മ ഉണ്ടാക്കി തരാറില്ലേ? അത് കൊള്ളാം. എന്താ പറഞ്ഞേ? ഓഹോ, എനിക്ക് ചിക്കൻ
അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ മന്തിനെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, നമുക്ക് വേഗം കിടന്ന് ഉറങ്ങാം. അതിന് മുന്നേ ചോറ് വേണ്ടവർക്ക് ഞാൻ മുട്ട വറുത്ത് ചോറ് തരാം. കുഞ്ഞപ്പന് മുട്ട വറുത്ത് തരണ്ടേ? താറാമുട്ടയുണ്ട്. അപ്പൊ എന്തോന്ന് ചോദിക്കാൻ പോണു? എപ്പൊ പറഞ്ഞു? പറഞ്ഞിരുന്നു. ആ ഞാൻ ഓർക്കണം. അതാരാ ഓർത്തിരിക്കണേടാ കുഞ്ഞപ്പാ? താൻ ഓർത്തിരിക്കണ. ഞങ്ങളിങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് നമ്മുടെ ഓരോ ചർച്ചകളിലാട്ടോ. അപ്പൊ അതേ ഇത് കണ്ട എന്റെ ഈ ഒരു വശത്ത് തന്നെ 2 പ്രാവശ്യം സ്റ്റിച്ച് ഇട്ടേക്കണം കേട്ടോ. അത് കയ്യിലിരിപ്പിന്റെ അല്ലാന്ന് പറയാൻ പറ്റില്ല. എന്റെ ചെറിയ പ്രായത്തില് കബഡി കളിച്ചതാട്ടോ, 5ാം ക്ലാസ്. അതേടാ കബഡി കളിച്ചതാണ്. കബഡി കളിച്ച് കഴിഞ്ഞപ്പോ വീണിട്ട് പറ്റിയതാണ് ഒരു പ്രാവശ്യത്തെ സ്റ്റിച്ച്. പിന്നത്തെ സ്റ്റിച്ച് എന്താ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ? അല്ലല്ല, പാത്രം കഴുകാൻ പോയതാ സ്കൂളില് പാത്രം കഴുകാൻ പോയി കഴിഞ്ഞപ്പോ തല്ലി അലച്ച് വീണതാ. ഓടിയതായിട്ട് എല്ലാരും എത്രയും മുമ്പ് പോയി കഴുകി കൊണ്ടുവരാം. അങ്ങനെയാണ് ഈ 2 സ്റ്റിച്ച് ഇവിടെ വന്നേട്ടോ. അപ്പോ നല്ലതായിട്ട് പരിക്കാന്ന് പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കുട്ടികളോടൊക്കെ പറയും, എനിക്ക് ഓടണം കാണുമ്പോ പേടിയാണ്. എന്തെങ്കിലും ഇതുപോലെ മുഖത്തൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ അതൊരു ഭംഗിക്കുറവായി മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ എന്താടാ എന്തെങ്കിലും അപമാനിക്കണേ? അത് 2 ഉണ്ട്. 2 സ്റ്റിച്ച് ഒരു സ്ഥലത്ത് തന്നെ വന്നു. ആവശ്യമില്ലാത്ത വർത്താനം പറയില്ലേ പൊട്ടെ. പിന്നെ ഇയാള് കുറച്ച് ട്രോഫി ഒക്കെ എടുത്തു വെച്ചിട്ടിരിക്കട്ടാ. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നത്തെ വീഡിയോ ട്രോഫി എന്താടാ, ഇന്നത്തെ ട്രോഫി ആർക്കൊക്കെ കിട്ടിയ ട്രോഫി എന്തിനൊക്കെ കിട്ടിയെന്ന് കാണിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും കൊറേ ട്രോഫി എടുക്കുന്നത് നേരത്തെ. അപ്പൊ അത് നമുക്ക് ഇനിയിപ്പോ എന്താണ് ട്രോഫിയുടെ എടുക്കണോ? നമുക്ക് പിന്നെ എടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ്, ഏതെങ്കിലും വീഡിയോസിൽ ആർക്കെങ്കിലും അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയ ട്രോഫികളെയൊക്കെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ്സ് ഒക്കെ ഇട്ടോളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ കൊച്ചു വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.